എക്സാം ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ട പദം പൂരിപ്പിക്കുക. ഫസ്റ്റ് വന്നിട്ടുള്ളത് 6 കിങ്ഡം വർഗീകരണം, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആരാ ചെയ്തിട്ടുള്ളത്? കാൾ വോസ് ആണ്. കാൾ വോസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ 5 കിങ്ഡം വർഗീകരണം അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? ആരാണ്? ഈ പിക്ചർ കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ ആർ എച്ച് വിറ്റാക്കർ അല്ലെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഡോഗിന്റെ സയന്റിഫിക് നെയിം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നായയുടെ സയന്റിഫിക് നെയിം ആണ് കൊടുത്തിട്ടുള്ളത് കനിസ് ഫെമിലിയാരിസ്. അപ്പൊ എന്താണ്? വോൾഫിന്റെ സയന്റിഫിക് നെയിം ആണ് നമ്മളോട് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് വോൾഫിന്റെ സയന്റിഫിക് നെയിം? ഓർമ്മയുണ്ടോ? വോൾഫിന്റെ സയന്റിഫിക് നെയിം ആണ്, ജീനസ് നെയിം എന്താണ്? കാനിസ് തന്നെയാണ്. ഫെമിലിയാരിസ് അല്ല സ്പീഷീസ് നെയിം, പകരം എന്താണ്? ലൂപ്പസ് ആണ്. കാനിസ് ലൂപ്പസ് എന്നാണ് നമ്മൾ എന്താണ് ചെന്നായ്ക്ക അല്ലെങ്കിൽ വോൾഫിന് പറയാം. അപ്പൊ മലയാളത്തിൽ എങ്ങനെയാണ്? കാനിസ് ലൂപ്പസ്. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്വസ്റ്റ്യനും ആൻസറും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.